നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ ആരോപണ മുനകൾ അത് ആർക്ക് നേരെ എപ്പോ വേണമെങ്കിലും ഉയരാൻ എന്ന് പറ്റുന്ന ഒരു സാധനമാണ്. ഈ സമയത്ത് ഇന്നലെ വരെ രാഹുലിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്ന പല പ്രമുഖ ചാനലുകളും ഇന്ന് ചെറിയ ഓരോ പോസ്റ്റുകൾ അവിടെ ഇവിടെയും അവിടെ ജോലി ചെയ്തിരുന്ന ഓരോരുത്തരിടുമ്പോൾ അവരും ഒന്ന് ചെറിയ പരിങ്ങലിലാവുകയാണ്. ഇന്നലെ വരെ വളരെ വലിയ ഇതിൽ കൊട്ടിഘോഷിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്കൊക്കെ ഇപ്പൊ തന്നെ മറുപടി പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു പ്രമുഖ ചാനലിലെ എല്ലാവർക്കും പരിചയമുള്ള ഒരു ചാനലിലെ അവിടെ ജോലി ചെയ്തിരുന്ന രണ്ടുപേരൊരു അവിടെ ജോലി ചെയ്തിരുന്ന സമയത്തുണ്ടായിരുന്ന ചില ബുദ്ധിമുട്ടുകളെ കുറിച്ച് അവർ അനുഭവിച്ചിട്ടുള്ള ചില പ്രശ്നങ്ങളെ കുറിച്ച് 2 പോസ്റ്റ് ഇടുന്നു. അതിന് പിന്നാലെ തന്നെ അവിടെ ഏറ്റവും മുതിർന്നൊരു മാധ്യമ പ്രവർത്തകൻ അതൊരു മറുപടി നൽകിക്കൊണ്ട് രംഗത്ത് വരുന്നു. ഇപ്പോൾ ആകെ ഇതേ ആരോപണം ഇന്നലെ വരെ തുടർന്നുകൊണ്ടിരുന്ന ആരോപണം ഇന്ന് ചില ചാനലുകൾക്ക് നേരെ അല്ലെങ്കിൽ ആ ചാനലുകൾക്കുള്ളിലുള്ള ചില മുതിർന്ന മാധ്യമ പ്രവർത്തകർക്ക് നേരെ തിരിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ. കൃഷ്ണൻ എന്ന് പറഞ്ഞത് കറക്റ്റായ കാര്യമാണ്. ഇന്നലെ പ്രതീക്ഷ വൈകിട്ടത്തെ അന്തിച്ചർച്ചകളിൽ ഒരുപക്ഷെ രാഹുലിന്റെ വിഷയം തന്നെയായിരിക്കും. കാരണം ക്രൈംബ്രാഞ്ച് അന്വേഷണം ഒക്കെ വരുന്നുണ്ടല്ലോ. പക്ഷേ പല പ്രമുഖ ചാനലുകളും, അതായത് രാഹുൽ മാങ്കൂട്ടം എന്ന ആ ഒരു നേതാവിനെ ഇത്രത്തോളം വിവാദമാക്കിയ അല്ലെങ്കിൽ ആ വിഷയം നല്ല രീതിയിൽ സമൂഹ ശ്രദ്ധയിൽ കൊണ്ടുവന്ന ചില ചാനലുകൾ അല്ലേ ഈ ഒരു വിഷയം അങ്ങ് പെട്ടെന്ന് ഒതുക്കി ഭയങ്കര ഒരു മൗനമായിട്ടായി. ഒരുപക്ഷെ പെൺവിഷയം ഇനി വേണ്ട, ഒരുപക്ഷെ നമ്മളൊക്കെ നേരത്തെ ഈ ചർച്ചയിൽ സംസാരിച്ചതുപോലെ മറ്റെന്തെല്ലാം വിഷയങ്ങൾ സമൂഹത്തെ ബാധിക്കുന്നതായിട്ടുണ്ട് അതിലേക്കൊക്കെ കടക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയതായിരുന്നു. പക്ഷേ ഞാനും ഇന്നലെ ആ പോസ്റ്റ് കണ്ടു. അത് നമുക്ക് തുറന്നു പറയാലോ, റിപ്പോർട്ടർ ചാനലിൽ വർക്ക് ചെയ്തിരുന്ന അഞ്ജന അനിൽകുമാറിൻ്റെയും അതേപോലെ തന്നെ അഞ്ജന അനിൽകുമാർ റിപ്പോർട്ടറിലാണോ എന്നുള്ളത് എനിക്കറിയില്ല, ഇപ്പം ഇല്ല, വീണ ചന്ദ് എന്നിവരുടെ 2 പോസ്റ്റുകളാണ് ഞാനും വായിച്ചിരുന്നു. എനിക്കിത് പറയാനുള്ളത് കാരണം നമ്മൾ ഈ ഒരു വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടം എന്നൊരു വിഷയം നമ്മൾ എടുത്തിടേണ്ടിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നം, അതായത് ഒരു ആരോപണം ഉന്നയിക്കുന്നു. റെനി ഒരു മാധ്യമ പ്രവർത്തകയാണ്. ആരോപണം ഇപ്പോഴും ഞങ്ങൾ സുഹൃത്തുക്കളാണ്, പക്ഷേ അദ്ദേഹത്തിന്റെ ചില മെസ്സേജുകൾ എന്നെ അലോസരപ്പെടുത്തുന്നു എന്നുള്ള തരത്തിൽ, എന്നാൽ ഇപ്പോഴും ഞങ്ങൾ സുഹൃത്തുക്കളാണ്, അദ്ദേഹം നന്നാവാൻ വേണ്ടിയാണ് ഞാൻ ഇത്തരത്തിലുള്ള ഒരു ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ വേണ്ടുന്ന നേതൃനിരയിലുള്ള നേതാക്കൾ ഇതിന് വേണ്ടുന്ന നല്ല തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരത്തിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നതെന്ന് റെനി പറയുന്നു. അതിന്റെ തൊട്ടു പിന്നാലെ ഹണി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. ഇത്തരത്തിൽ എനിക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതൊരു ലവ് ചിഹ്നം മാത്രമേ ഉള്ളൂ. രാഹുൽ ഒരു ടാഗ് ചെയ്ത ഒരു ലവ് ചിഹ്നം മാത്രമേ ഉള്ളൂ. അതിന്റെ ബാക്കിയുള്ള മെസ്സേജുകൾ നമ്മൾ കാണുന്നില്ല. അതും ഒരു ആരോപണം. അടുത്തത് ഒരു വാലും തലയും ഇല്ലാത്ത ഒരു ചാറ്റിംഗ് വരുന്നു, ഒരു വോയിസ് ക്ലിപ്പ് വരുന്നു, ആരാണെന്ന് അറിയാത്ത ഒരു വോയിസ് ക്ലിപ്പ്. ഇതെല്ലാം എനിക്ക് തോന്നുന്നു ഒരു ചാനലാണ് ഏറ്റവും കൂടുതലധികം ഇത് പുറത്തുവിട്ടത്. അത്രയേറെ അവർക്ക് കിട്ടിയ ഈ വിവരങ്ങൾ കൃത്യമായിട്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ യഥാർത്ഥ സ്വഭാവം, ഒരു പെണ്ണുപിടിയൻ, കോഴി, കരിങ്കോഴി, എന്തെല്ലാം സമൂഹ മാധ്യമങ്ങളിലൂടെ പടച്ചുവിടാമോ അതെല്ലാം അദ്ദേഹത്തിന് പേര് കിട്ടിക്കൊണ്ടിരിക്കുന്നു. 1-2 ദിവസമൊക്കെ ഇത്തരത്തിലുള്ള ചില വിവാദങ്ങളൊക്കെ കൊഴിക്കേണ്ടുന്ന സന്ദർഭത്തിൽ 1.5 ആഴ്ച കഴിഞ്ഞിട്ടും അത് അതിൻ്റെതായ രീതിയിൽ തന്നെ തീയിൽ തന്നെ ചാനലുകൾ കത്തിയിരിക്കുകയാണ്. ഇന്നലെ വരെയും അത് അങ്ങനെ തന്നെ കത്തിയിരിച്ചുകൊണ്ടിരിക്കുന്നു. ഷാഫിയുടെ മേലെ പോകുന്നു, അങ്ങനെ പലരെയും ഉന്നം വെച്ച് പോകുന്നു. തിരിച്ച് കോൺഗ്രസ് തിരിച്ച് അങ്ങോട്ടേക്ക് അടിക്കുന്നു, BJP മറ്റേ കൃഷ്ണകുമാറിന്റെ കാര്യത്തിലേക്ക് അടിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു പെൺവിഷയവുമായി ബന്ധപ്പെട്ട് ചാനലുകൾ ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് അവരുടെ റേറ്റിങ്ങിനും റീച്ചിങ്ങിനും വേണ്ടിയിട്ട് ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നമ്മൾ പൊതുവെ കാണുന്നത്, നിലവിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിലേക്ക് ഇപ്പോൾ പോലീസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു പക്ഷേ ഇനി ഇതിന്റെ ഇരകൾ അല്ലെങ്കിൽ അതിജീവിതകൾ എന്ന് നമ്മൾ പറയാം, അതിജീവിതകൾ വല്ല മൊഴിയും നൽകിയിട്ടുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. അവര് കേസ് മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ വില്ലിങ് ആണോ? ക്രൈംബ്രാഞ്ച് ഈ ഒരു വോയിസ് ക്ലിപ്പിലെ ഓഡിയോ ക്ലിപ്പിലെ പ്രതിയെ ഉൾപ്പെടെ ഇതേ ഉൾപ്പെടെ ആ പെൺകുട്ടി ഏത് എന്നുള്ള അന്വേഷണത്തിൽ എത്തി നിൽക്കുന്നു. ആരാണെന്നോ അവർക്ക് കൃത്യമായിട്ടുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി ആ കുട്ടിയുടെ മൊഴിയെടുക്കും, മറ്റുള്ള റിനി ഉൾപ്പെടെയുള്ളവരുടെ മൊഴികൾ എടുക്കും. അപ്പൊ അവർ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും രാഹുലിന് തക്ക ശിക്ഷ കിട്ടുകയായിരിക്കും, കേസ് മുന്നോട്ട് പോകും.
അതൊരു പക്ഷത്ത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? നിരവധി പെൺകുട്ടികളെ പീഡിപ്പിക്കുക, അവർക്ക് മാനസികമായിട്ട് ടോർച്ചർ നൽകുക, സമൂഹ മാധ്യമങ്ങളിലൂടെ അവരെ ഈ പറഞ്ഞോണം വൃത്തികെട്ട മെസ്സേജുകൾ അയച്ച് അവരെ മാനസികമായി വേദനിപ്പിക്കുക. ഇതൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന നേതാവ് ചെയ്ത വലിയ കുടുംബ കൃത്യങ്ങൾ. അത് ശരിയാണെന്ന് ഞാനിപ്പോൾ അങ്ങ് ശരിവെക്കുകയാണ്. ഓക്കെ, ഇന്ന് 2 പെൺകുട്ടികൾ ഇതേപോലെ തന്നെ ഈ ചാനലിനെതിരെ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നു. എന്താണ് പറഞ്ഞത്? 2 പേരെ ആ പോസ്റ്റ് നമുക്കൊന്ന് നോക്കാം. അഞ്ജന അനിൽകുമാറാണ് ഇട്ടിരിക്കുന്നത്. എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പെൺകുട്ടികൾ പരാതി നൽകുന്നില്ല? ആദ്യം മുതൽ തന്നെ ഈ ചോദ്യം നിലനിൽക്കുകയാണ്. പൊതുസമൂഹത്തിൽ ഒരു പരാതിയുമായി വരാൻ അവർ ഭയക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാകും. അത് പലതുമാകാം. കേരളത്തിലെ മുൻനിര മാധ്യമ സ്ഥാപനങ്ങൾ എല്ലാ വിഷയവും ഗൗരവമായി ചർച്ച ചെയ്യുന്നുണ്ട്, നല്ല കാര്യമാണ്. പക്ഷെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഈ മാധ്യമ സ്ഥാപനങ്ങൾക്കുള്ളിൽ തന്നെ നടക്കുമ്പോൾ എന്ത് നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത്? അതൊരു ചോദ്യമാണ്. മാധ്യമ സ്ഥാപനങ്ങൾക്കുള്ളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നാൽ എന്ത് സമീപനമാണ് ഈ മാധ്യമ സ്ഥാപനങ്ങൾ സ്വീകരിക്കുന്നത്? മാധ്യമ പ്രവർത്തകരുടെ പ്രശ്നങ്ങൾ ആരും ചർച്ച ചെയ്യാറില്ല, അതുകൊണ്ട് അത് ആരും അറിയുന്നില്ല. പലയിടത്തു നിന്നും കേട്ടിട്ടുള്ള വാചകമാണിത്. അതെല്ലാ രീതിയിലും ശരിയുമാണ്. ഒരു ഉദാഹരണം പറയാം. ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ ഞാൻ ജോലി ചെയ്തിരുന്ന മാധ്യമ സ്ഥാപനം ഏതാണെന്നുള്ള പറയുന്നില്ല, ആവശ്യപ്പെട്ടത് കൊണ്ട് 3 ദിവസത്തെ ഡെപ്യൂട്ടേഷനിൽ ന്യൂസ് ഡെസ്കിൽ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഡെസ്കിൽ എത്തിയ ദിവസം അടുത്ത സുഹൃത്തായി കണ്ടിരുന്ന ഒരു വ്യക്തിയിൽ നിന്നും അന്നേ ദിവസം മോശമായ ഒരു അനുഭവം ഉണ്ടായി. മനസ്സിലായോ? ഡെസ്കിലെത്തി മോശമായ ഒരു അനുഭവം. അപ്പോഴത്തെ ഞെട്ടലിൽ എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. മുഖം തരാതെ അയാൾ ഓടിപ്പോയി. ഇയാളെയാണോ ഇത്രയും നാൾ ഞാൻ നല്ലൊരു സുഹൃത്തായി കണ്ടത് എന്നതായിരുന്നു എന്റെ ചിന്ത. അപ്പൊ അവിടെ നമുക്ക് വെക്കാം, അവിടെ നമുക്ക് നിർത്താം. ആ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ന്യൂസ് ഡെസ്കിലെ തന്റെ അടുത്ത സുഹൃത്തുക്കളുടെ 2 പേരോടായി ഞാൻ രാത്രിയിൽ ഈ വിഷയം പറയുന്നു. അപ്പോൾ അവിടെ നിൽക്കുക. ന്യൂസ് ഡെസ്കിലേക്ക് വരുന്നു ആ പെൺകുട്ടി. അവൾക്ക് ഏതോ ഒരു വ്യക്തിയിൽ നിന്നും, ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനിൽ നിന്നും ഒരു തെറ്റായ സമീപനം, അത് ഒരുപക്ഷെ ശാരീരിക പീഡനം എന്നുള്ളത്. ആ ഞെട്ടലിൽ എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. അവിടെ കൃത്യമായിട്ടും ആ എഴുത്തിൽ പറയുന്നുണ്ട്. അപ്പം ആ ഞെട്ടലിൽ എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല എന്ന് വ്യക്തമായി അതിൽ എഴുതുന്നുണ്ട്. അത് മാത്രമല്ല, ഈ വിഷയം ഞാൻ എൻ്റെ 2 സുഹൃത്തുക്കളോട് സംസാരിച്ചു. അവരെല്ലാം പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? ഉപദേശം തന്നത് മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ്, മറ്റുള്ള മാധ്യമ സ്ഥാപനങ്ങളിലും ജോലി ചെയ്ത അനുഭവ സമ്പത്തുള്ള വ്യക്തിയാണ്. ഇതിൽ നീ ആ വ്യക്തിക്കെതിരെ പരാതി നൽകിയാൽ നിനക്ക് തന്നെയായിരിക്കും നഷ്ടം. അത് കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള വ്യക്തികളിൽ നിന്ന് എല്ലാം നമ്മളിപ്പോൾ ഡിജിറ്റൽ മീഡിയ വർക്ക് ചെയ്യുന്നു, വളരെ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ മാന്യമായിട്ട് അല്ലെങ്കിൽ നല്ല ശമ്പളം വാങ്ങി നമ്മൾ നല്ല ഫ്രീ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ കൃഷ്ണേന്ദുവൊക്കെ. പക്ഷേ എല്ലാ സ്ഥാപനങ്ങളെയും ഞാൻ പറയുന്നില്ല. പക്ഷെ അപൂർവം ചില സ്ഥാപനങ്ങളിൽ, പ്രത്യേകിച്ച് അടുത്തിടെയായിട്ട് ഒരു പ്രത്യേക സ്ഥാപനത്തിന്റെ പേരിൽ നിരവധി പെൺകുട്ടികൾ ഇത്തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതായിട്ട് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഒറ്റ മാധ്യമ സംഘടനകളും ഇന്നേതുവരെ അവർക്ക് വേണ്ടിയിട്ട് ഒന്നും വായിട്ടലച്ചിട്ടില്ല. ഒരു മാധ്യമ മറ്റ് സ്ഥാപനങ്ങൾ പോലും, സംഘടനകൾ മാറ്റി നിർത്തിട്ട് സ്ഥാപനങ്ങൾ പോലും ഇതൊന്നും വിഷയമാക്കിയിട്ടില്ല. കാരണം ഇന്ന് CITU ഉണ്ട്, INTUC ഉണ്ട്, നിരവധി തൊഴിലാളി സംഘടനകളുണ്ട്, KUWJ പത്രപ്രവർത്തക യൂണിയൻ ഉണ്ട്, പ്രസ് ക്ലബ് ഉണ്ട്. ഒരാൾ പോലും മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ വ്യക്തികളോ എന്തെങ്കിലും ചെയ്താൽ ഒരുപക്ഷെ അത് വാർത്തയാകുന്നുണ്ട്, ചർച്ചയാകുന്നുണ്ട്. ഇനി ഏതെങ്കിലും മന്ത്രിമാരോ ഏതെങ്കിലും തരത്തിലുള്ള പുറമേ നിന്നുള്ള വ്യക്തികളിൽ നിന്നും, നമുക്കറിയാം സുരേഷ് ഗോപിയുടെ ഒക്കെ വിഷയം വന്നപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിലും ഈ പറഞ്ഞോണം ഈ KUWJ പോലുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സംഘടനകൾ ഇത്തരത്തിൽ അത് വാർത്തയാക്കാറുണ്ട്, അവരതിനെതിരെ പ്രതികരിക്കാറുണ്ട്. പക്ഷേ സ്വന്തം മാധ്യമ സ്ഥാപനത്തിൽ ഇത്തരത്തിൽ പെൺകുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ നേരിടുന്ന പീഡനങ്ങൾ ഏതെങ്കിലും ഒരു സംഘടനകൾ ചർച്ച ചെയ്യുന്നുണ്ടോ? അവർക്ക് വേണ്ടുന്ന നീതി വാങ്ങിക്കൊടുക്കുന്നുണ്ടോ? നമുക്കറിയാം, നമ്മളൊക്കെ ഒരു 7 മണിക്കൂർ 8 മണിക്കൂറൊക്കെ വർക്ക് ചെയ്യുന്ന 8 മണിക്കൂറാണ് ശരാശരി വർക്ക് ചെയ്യുന്നത്. പക്ഷേ പല സ്ഥാപനങ്ങളിലും 14-15 മണിക്കൂറാണ് ജോലി ചെയ്യുന്നത്. അത്രമാത്രം പ്രഷറാണ്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ അവസ്ഥയെന്ന് ആലോചിച്ചു, കുടുംബമുള്ളവരുടെ അവസ്ഥയെന്ന് ആലോചിച്ചു. അപ്പൊ ഇത്തരത്തിൽ നിരവധി പീഡനങ്ങൾ ചില മാധ്യമ സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവുകളാണ് ഈ പലരും റിസൈൻ ചെയ്യുമ്പോൾ പുറത്തുവിടുന്നത്. ഇപ്പൊ പറയും റിസൈൻ ചെയ്യുന്നതുകൊണ്ട് എന്നാൽ ഒരു കൊട്ടിട്ടിട്ട് പോകാം. ഇതിന്റെ വിഷയം എന്ന് പറയുന്നത് ഇവരെന്തുകൊണ്ടാണ് ഇവർക്ക് എത്ര പേർക്ക് ഇനി മാധ്യമ സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഒരാളെ പോലും എടുക്കത്തില്ല ഒരിടത്തും. കാരണം ഇപ്പൊ ഒരിടത്തുനിന്ന് ജോലി ചെയ്യുന്ന അവിടുത്തെ എന്തെങ്കിലും ഒരു വിഷയം നമ്മൾ പുറത്തായി കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എടുക്കൂല. ഇത് പേടിച്ച് പലരും ഇത് മൂടി വെക്കുകയാണ് ചെയ്യുന്നത്.
അത്തരത്തിൽ ഇത്രത്തോളം പ്രധാനമന്ത്രിയെയും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെയും ട്രംപിനെ എല്ലാവരെയും മുൾമുനയിൽ നിർത്തി പല ചോദ്യങ്ങളും വാക്പോരുകളും അല്ലെങ്കിൽ റിപ്പോർട്ടിങ്ങും ഒക്കെ ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരുടെ അവസ്ഥയാണിത്. ഇന്നത്തെ മാധ്യമ പ്രവർത്തകരുടെ അവസ്ഥയാണ്. ഇന്ന് യൂത്ത് കോൺഗ്രസ് ഒരു റിപ്പോർട്ടർ ചാനലിനെതിരെ പ്രതിഷേധം നടത്തി. ഇതിൽ ഒരു പെൺകുട്ടി ഇത്തരത്തിലാണ് പറഞ്ഞത്. റിപ്പോർട്ടർ ചാനലിന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതില് പെൺകുട്ടിയുടെ പേര് വീണാചന്ദ് ആണെന്ന് തോന്നുന്നു. റിപ്പോർട്ടർ ഡിജിറ്റൽ വിഭാഗത്തിൽ വർക്ക് ചെയ്തിരുന്ന വീണാചന്ദ് മറ്റൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ റിപ്പോർട്ടർ ചാനലിനെതിരെ ഇന്ന് ഈ പ്രതിഷേധം നടത്തി. ഭയങ്കരമായിട്ട് അവർക്കെതിരെ ചാനലുകൾ തിരിയുന്നുണ്ട്. അപ്പൊ യൂത്ത് കോൺഗ്രസ് അവർ പ്രതിഷേധിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണത്തിന്റെ പേരിൽ നിങ്ങൾ പ്രതിഷേധിച്ചില്ല, നിങ്ങൾ മാധ്യമങ്ങളെല്ലാം ഒത്തൊരുമിച്ച് നിന്നില്ലേ? അപ്പോൾ എന്തുകൊണ്ട് ആ ആരോപണം സത്യമാണെന്നുണ്ടെങ്കിൽ ഇതും ആരോപണമല്ലേ? ഈ 2 പെൺകുട്ടികൾ ഇട്ട പോസ്റ്റും ആരോപണമല്ലേ? മറ്റേത് അവാൽനൂലും ഇല്ലാത്ത ചാറ്റിങ്ങും കാര്യങ്ങളും അല്ലേ? ഇവര് അവരുടെ എഴുത്തിലൂടെ ഇട്ട പോസ്റ്റ് അല്ലേ? ഇതും ആരോപണമല്ലേ? അപ്പൊ ഇതെന്തുകൊണ്ട് തിരിച്ച് രാഷ്ട്രീയ പ്രവർത്തകർക്ക് പ്രതികരിച്ചുകൂടാ? അല്ലെ CPM ഉൾപ്പെടെയുള്ള CAT ഉൾപ്പെടെയുള്ള എന്തുകൊണ്ട് പാർട്ടി പ്രതികരിക്കുക? യൂത്ത് കോൺഗ്രസ് മാത്രമേ പ്രതികരിച്ചുള്ളൂ. BJP എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? CPM എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? അപ്പൊ ഇത് ഒരു രാഷ്ട്രീയപരമായിട്ട് മാറിയിരിക്കണം. അപ്പൊ ചാനലുകളിലെ ഒരു രാഷ്ട്രീയം അവിടെ അനുകൂലിച്ച് കിടപ്പുണ്ട്. അതിന്റെ ഒരു ശരിക്കുമുള്ള ഒരു കാര്യമാണ് ഇതിപ്പോ പുറത്തു വരുന്നത്. ഇന്നിപ്പോ CPM പറയുന്ന മാധ്യമ സ്വാതന്ത്ര്യം. എന്ത് മാധ്യമ സ്വാതന്ത്ര്യം? ആ മാധ്യമ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകയാണ് ഇത്തരത്തിലുള്ള പോസ്റ്റ് ഇട്ടത്. അപ്പൊ ഒരു അതിജീവിത തന്നെയാണ് ഈ 2 മാധ്യമ പ്രവർത്തകരും അല്ലെ? അപ്പൊ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യേണ്ടുന്ന രാഷ്ട്രീയ പ്രവർത്തകർ എന്തുകൊണ്ട് ചാനൽ മുതലാളിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം അവരും തൊഴിലാളികളാണ്. തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള തൊഴിലാളി പ്രസ്ഥാനങ്ങൾ എവിടെ? അപ്പൊ കൃഷ്ണേന്ദു പറഞ്ഞു വരുന്ന മാനസികമായും ശാരീരികമായും പീഡനം അനുഭവിച്ച ഈ മാധ്യമ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ ഈ രണ്ട് പേരുടെ കാര്യം ഇതിന് മുന്നേ 1-2 പേര് ഇത്തരത്തിലിട്ടിരുന്നു. അപ്പൊ എന്തുകൊണ്ട് ചാനലിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ അല്ലെങ്കിൽ ന്യൂസ് ഡെസ്കിലുള്ള അല്ലെങ്കിൽ ഡയറക്ടർ MD ഒക്കെ ഉണ്ട്, അപ്പൊ ചീഫ് എഡിറ്റർ ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള വ്യക്തികൾ എന്തുകൊണ്ട് അവർക്ക് വേണ്ടുന്ന നീതി കൊടുക്കുന്നില്ല? എന്തുകൊണ്ട്? അപ്പൊ അവർക്കിത് ഇന്നിപ്പം ഒരു പോസ്റ്റ് ഞാൻ കണ്ടത് ഇത്തരത്തിലുള്ള കേസ് അവിടെ വന്നിട്ടില്ല അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അവര് തീർച്ചയായിട്ടും അവര് സമർപ്പിച്ചിട്ടുണ്ട്. മുതിർന്ന മാധ്യമ പ്രവർത്തകർ അരുൺകുമാർ ഇട്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോസ്റ്റ് പങ്കുവെച്ചത് കുറച്ച് മണിക്കൂറുകൾ വ്യത്യാസത്തിലാണ് വേറൊരു പോസ്റ്റ്. അതും കൂടെ ഞാനൊന്ന് വായിക്കാം. പ്രിയപ്പെട്ടവരെ, ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ചിരുന്ന രാജിവെച്ച് പുറത്തുപോയ ഒരു വനിതാ റിപ്പോർട്ടർ ഫേസ്ബുക്കിൽ ഉന്നയിച്ച വിഷയം ഗൗരവമേറിയതാണ്. എക്സിറ്റ് അഭിമുഖത്തിലോ ICCക്ക് മുന്നിലോ ഒരു പരാതിയും ലഭിച്ചതായി കാണുന്നില്ല. രാജിക്കത്തിൽ പോലും മറ്റൊന്നും ചൂണ്ടിക്കാണിച്ചിട്ടുമില്ല. എങ്കിലും ഞങ്ങളുടെ പഴയ സഹപ്രവർത്തകയ്ക്ക് നേരിട്ടതായി പറയപ്പെടുന്ന ദുരനുഭവത്തെക്കുറിച്ച് ഇനിയും അന്വേഷിക്കാമെന്നാണ് എന്റെയും എഡിറ്റോറിയൽ ടീമിന്റെയും നിലപാട്. ഡെസ്കും ഫ്ലോറും പൂർണ്ണമായും CCTV നിരീക്ഷണത്തിലായതിനാൽ ദൃശ്യങ്ങൾ എടുക്കാനും തെളിവായി തുടർ നിയമ നടപടികൾക്ക് വിധേയമാക്കാനും കഴിയും. സ്ത്രീകൾക്കെതിരെയുള്ള ഒരതിക്രമത്തെയും പിന്തുണയ്ക്കില്ല. പോലീസ് സ്റ്റേഷനിലോ അതല്ലെങ്കിൽ HR-നോ എക്സിക്യൂട്ടീവ് എഡിറ്റർക്കോ എന്റെ മെയിലിലോ പരാതി ഇനിയും നൽകാവുന്നതാണ്. എല്ലാ പിന്തുണയും ഉറപ്പു തരുന്നു. ഹൂ കേസ് എന്നതായിരിക്കില്ല നിലപാട്. സ്നേഹം, നന്ദി, അരുൺകുമാർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അല്ല, ഇത് കോൺഗ്രസിലെ പ്രധാന നേതാക്കൾക്ക് ഇത്തരത്തിലുള്ള പരാതി കൊടുത്തു, അവരെന്തുകൊണ്ട് എടുത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ പറയുന്ന ചാനലുകളെല്ലാം എടുത്ത് അലക്കിയിരുന്നല്ലോ. അപ്പോൾ ഇത് പരാതി നൽകിയിട്ടും അല്ലെങ്കിൽ ഇത് പറഞ്ഞിട്ടും ഈ കുട്ടിക്കുണ്ടായ പ്രശ്നങ്ങളാണ് ഇതിനകത്ത് ഇപ്പൊ ഈ വീണാചന്ദ് എന്ന് പറയുന്ന കുട്ടി എഴുതിയേക്കുന്നത്. ഒരാളിൽ നിന്നും ഇത്തരത്തിൽ ഇമോഷണലി എനിക്ക് നല്ല വൈകാരികമായിട്ടുള്ള പ്രശ്നമുണ്ടായി. ഭർത്താവ് മരിച്ച അധികകാലം ആയിട്ടില്ലാത്തതിനാൽ വൈകാരിക സ്ഥിരത എനിക്കില്ല എന്ന് വരുത്തി തീർക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അത് മാത്രമല്ല, ഇമോഷണലി വീക്കായ സ്ത്രീയായി ചിത്രീകരിക്കുകയായിരുന്നു പിന്നീട് ചെയ്തത്. മാത്രമല്ല, ഇവർക്ക് ശാരീരികമായിട്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോഴും ഇയാളുടെ ഈ ഒരു സ്വഭാവത്തെക്കുറിച്ചും ടോക്സിക് രീതികളെക്കുറിച്ചും വ്യക്തമായി അറിയാമെന്നും കൂടെയുണ്ടെന്നും ഉറപ്പ് നൽകിയ മാനേജ്മെന്റ് ഗ്രൂപ്പ് മീറ്റിംഗിൽ ഘടകവിരുദ്ധമായ നിലപാടെടുത്തതിനും ഞാൻ സാക്ഷിയായി. തുടർന്ന് മാനസികാരോഗ്യം മോശമായതോടെ ചാനലിലെ തലപ്പത്തുള്ള എല്ലാവരോടും ഇക്കാര്യങ്ങൾ ഞാൻ നേരിട്ട് പറഞ്ഞു. പോഷ് ആക്ട് പ്രകാരം പരിധിയിൽ വരുന്നതിന് തെളിവായി പക്കലുള്ള വോയിസ് മെസ്സേജുകൾ അടക്കം HR-നെ കേൾപ്പിച്ചിട്ടുള്ളതുമാണ്. എന്നാൽ സാരമില്ലെന്നും ഒക്കെ ശരിയാവും, മാനസികാരോഗ്യം ശ്രദ്ധിക്കൂ എന്നുമുള്ള സമാശ്വസിപ്പിക്കലാണ് ഉണ്ടായത്. എന്നെ രക്ഷിക്കുകയാണ് എന്ന് തോന്നിപ്പിച്ച് ചാനൽ ഡെസ്കിലേക്ക് മാറ്റം നൽകുകയായിരുന്നു അടുത്ത നടപടി. കോപ്പി ഡെസ്കിൽ ജോലി തുടങ്ങി ഒരാഴ്ചയ്ക്ക് ശേഷം എന്നോട് ഷെഫിക്ക് പറഞ്ഞത് വീണ പ്രശ്നക്കാരിയായതുകൊണ്ട് ചാനലിലേക്ക് മാറ്റാൻ അയാൾ മുൻകൈയെടുത്തു എന്നാണ്. എന്റെ അഭിപ്രായങ്ങളും നിലപാടുകളും അയാൾക്ക് ബുദ്ധിമുട്ടാണ് എന്നും സ്വകാര്യ ജീവിതത്തിൽ ട്രാജഡി മൂലം ഞാൻ തൊഴിലിടത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും എന്നോട് അയാൾ പറഞ്ഞു. അപ്പം ഇത്
എന്താണ് ഇതും തമ്മിലുള്ള വ്യത്യാസം? എന്താണ്? ആ പെൺകുട്ടി അയച്ചതാണ്, പോസ്റ്റ് ഇട്ടതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ റിനിയും കാര്യങ്ങളും എല്ലാം VD സതീശനെ ഉൾപ്പെടെ അറിയിച്ചു എന്നല്ലേ പറഞ്ഞത്? അതിന് കൃത്യമായിട്ടുള്ള കാര്യം ഉണ്ടായിരുന്നല്ലോ. ആരും തെളിവുകൾ ചോദിച്ചില്ലല്ലോ. ചോദിച്ചോ? ഇല്ലല്ലോ. ഇത് ഈ പെൺകുട്ടി പോസ്റ്റ് ഇട്ടല്ലോ, തെളിവ് ഈ വോയിസ് മെസ്സേജുകൾ അടക്കം ഒരുപക്ഷെ കുട്ടിയുടെ കൈ കാണും. അതിന് പരാതിയുമായിട്ട് പോയാലേ ഇനി അതൊരു വിഷയമായിട്ട് വരത്തുള്ളൂ. ഇപ്പൊ നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിനും ഇതേണ്ട പരാതികളില്ല. അപ്പൊ ഇത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തന മേഖലയിൽ ഇത്തരത്തിലുള്ള പീഡനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ആരോടും പറയാനില്ല. ഒരുപക്ഷെ പുറമേയുള്ള ഒരു സാധാരണ വ്യക്തിക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിയമപരമായിട്ട് അല്ലെങ്കിൽ അത്തരത്തിൽ പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ നേരെ മാധ്യമങ്ങളെ സമീപിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. കാരണം അതാകുമ്പം കുറച്ച് പേര് കാണും, അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന നിയമ ബലം കിട്ടുമെന്നുള്ളത്. പക്ഷേ ഇതിനകത്തുള്ള മാധ്യമ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നമുണ്ടായാൽ അവരെ ആരോടാണ് പരാതി പറയുന്നത്? ആരെയാണ് സമീപിക്കേണ്ടത്? ഒരിടത്തുമില്ല അല്ലേ? ഇനി അഥവാ അങ്ങനെ പോയാൽ തന്നെ അവർക്ക് എങ്ങും ജോലി കിട്ടില്ല എന്നുള്ളതാണ്. കരിയർ എന്ന് പറയുന്ന മടക്കി വെച്ചിട്ട് രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയാൽ ഓക്കെ, ഇത് സാധ്യമാകും. അല്ലെങ്കിൽ പിന്നീട് ജോലി കിട്ടുക. അതിന് കൃത്യമായിട്ടുള്ള ഒരു പോസ്റ്റുകളാണ് ഈ രണ്ട്. ഇതിന് മുന്നേയും ഇത്തരത്തിൽ കുറെ പോസ്റ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ ഇത് കേൾക്കുന്ന ദയവ് ചെയ്ത് അല്ലെ CPM CATU പ്രവർത്തകരാലും തൊഴിലാളി സംഘടനകൾ ദയവ് ചെയ്ത് ഇതിന് വേണ്ടുന്ന കാരണം മാധ്യമ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്കെതിരെ ഇത്തരത്തിലുള്ള ഇതുണ്ടെങ്കിൽ, അവർ ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിനെതിരെ പോരാടുക. കാരണം ഒരു തൊഴിലാളി പോലും അടിമയായിട്ടിരിക്കാൻ അതിനുള്ള സാഹചര്യം ഒരുക്കരുത്. തീർച്ചയായിട്ടും അവർക്ക് വേണ്ടുന്ന സപ്പോർട്ടും പിന്തുണയൊക്കെ നൽകി ഒരുപക്ഷെ നല്ലൊരു മനസ്സോടെ, ചിലപ്പോൾ പലപ്പോഴും ഫ്രസ്ട്രേഷൻ ഇവർ കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? റിപ്പോർട്ടിങ് പല ചോദ്യങ്ങളും ഒക്കെ ചെയ്യാം. കാരണം അവർക്ക് ആ ജോലിയിലുള്ള പ്രഷറാണ് അല്ലേ? ഈ പ്രഷർ കൂടുമ്പോഴാണ് പലപ്പോഴും റിപ്പോർട്ടേഴ്സും അവരുടെ നിലതെറ്റി അവർ പലതും പറയുകയൊക്കെ ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും അവരെ ചേർത്ത് പിടിക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം സമൂഹത്തിൽ ഓരോ വ്യക്തിക്കുമുണ്ട്. കാരണം മാധ്യമങ്ങളിലൂടെയാണ് ഓരോ വാർത്തകളും പുറത്തേക്ക്, ഓരോ റിപ്പോർട്ടേഴ്സും അവർ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഓരോ റിപ്പോർട്ടിങ്ങും ലൈവായിട്ട് എത്തിക്കുമ്പോൾ നിങ്ങൾ ഈ TV സ്ക്രീനിൽ കാണുന്ന അപ്പോഴപ്പോഴുള്ള ഓരോ കാര്യങ്ങളും അവരുടെ കഷ്ടപ്പാടിന്റെ, അവരുടെ അധ്വാനത്തിന്റെ ഫലമാണ്. അതുകൊണ്ടാണ് പല വിഷയങ്ങളും പുറത്തു വരുന്നത്, പല അഴിമതികളും പുറത്തു വരുന്നത്. നമ്മളുടെ സമൂഹത്തിന്റെ വലിയൊരു ഭാഗം വഹിക്കുന്ന ഒരു നെടുന്തൂൺ തന്നെയാണ് മാധ്യമ പ്രവർത്തനം എന്നുള്ളത്. അപ്പൊ അവർക്ക് കൊടുക്കേണ്ടുന്ന ഒരു പരിഗണന, പ്രത്യേകിച്ച് അതിലെ സ്ത്രീകൾക്ക് കൊടുക്കേണ്ടുന്ന ഒരു പരിഗണന കൊടുക്കണം. അപ്പൊ ഇത്തരത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിയമപരമായിട്ട് തന്നെ കേസെടുക്കുക തന്നെ വേണം. ഇനി എത്രമാത്രം ഈ പെൺകുട്ടികൾ പുറത്തേക്ക് വരുമോ എന്നുള്ളത് അറിയില്ല. എന്തു തന്നെയായാലും ഇത് വലിയൊരു മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്.